ശ്രീജിത് പണിക്കർ, അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ്. പക്ഷേ ലീഗ് ഇതിൽ എതിർപ്പ് ഉന്നയിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. അറബിക്കടലിൽ തള്ളണമെന്നൊക്കെ വീരവാദം മുഴക്കിയതാണ്. PM ശ്രീയെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വന്നിരിക്കുകയാണല്ലോ. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ PM ശ്രീയിൽ ഇനി അവശേഷിച്ചിരിക്കുന്ന 10 മാസം മാത്രമാണ്. അപ്പോൾ ഈ 10 മാസം കൊണ്ട് ഈ പറയുന്ന ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ ഐഡന്റിഫൈ ചെയ്യുക, അവയ്ക്ക് ആവശ്യമായ പണം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുക, ഇതൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ. സമിതിയെ വെച്ചിരിക്കുകയാണ്. ആ സമിതിയുടെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ എത്ര സമയം പിടിക്കും? അപ്പോഴേക്കും ഈ PM ശ്രീ പദ്ധതിയുടെ കാലാവധിയും കഴിയും. പിന്നെ എന്താണ് ഇപ്പോൾ ഇത് തുടരാം എന്ന രീതിയിലേക്ക് തീരുമാനം വരുവാൻ കാരണമായിട്ട് താങ്കൾ കാണുന്നത്? അത് LDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ളതാണോ? CPM-നെ പ്രത്യേകിച്ച് നിങ്ങളങ്ങനെ ചെയ്തു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് തുടരേണ്ടി വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് LDF-ന്റെ തലയിലിടുവാനുള്ള, പ്രത്യേകിച്ച് CPM-ന്റെ? ശ്രീ മഞ്ജുഷ്, ഞാൻ മനസ്സിലാക്കുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് സത്യസന്ധമായിട്ട് കേരളീയ പൊതുസമൂഹത്തിനോട്, പ്രത്യേകിച്ച് തങ്ങൾക്ക് വോട്ട് നൽകിയിരിക്കുന്ന ജനങ്ങളോട് ബോധിപ്പിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം UDF-നുണ്ട്, കോൺഗ്രസിനുണ്ട്. അത് അവർ നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിമർശനം. കാരണം PM ശ്രീയെ എന്തുകൊണ്ടാണ് ഇവർ നേരത്തെ എതിർത്തിരുന്നത് എന്നതിനെക്കുറിച്ച് ഇവർ പറയണം. പ്രത്യേകിച്ച് ലീഗ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. ലീഗിനാണ് PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ ഏറ്റവും വലിയ എതിർപ്പുണ്ടായിരുന്നത്. ലീഗ് തന്നെയാണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ള ഒരു പോർട്ട്ഫോളിയോ, പൊതുവിദ്യാഭ്യാസം, അത് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ PM ശ്രീ എന്നത് നടപ്പാക്കണോ വേണ്ടയോ എന്നുള്ള നയപരമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം ഭരണത്തിലേക്ക് വന്നിരുന്ന സമയത്ത് മാറ്റി ഒരു U-ടേൺ എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. UDF-ന്റെ U എന്നത് U-ടേൺ എന്നല്ല എന്ന് അവരെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. IUML-ലും ഉണ്ട് ഒരു U. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് തെറ്റായിട്ടുള്ള വിവരങ്ങളെല്ലാം ആൾക്കാരോട് പറയുന്നത്? ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ശ്രീ റോണി കെ ബേബി പറഞ്ഞിരുന്ന PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട NEP-യുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവാസ്തവമാണ്. എന്തിനാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അങ്ങനെ ആൾക്കാരോട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.